ഹായ് മൈ ഗേൾസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ ഞങ്ങൾ ആഗ്രയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴാണ് ഗേൾസ് ഐ ലവ് യു ആഗ്ര എന്നുള്ള സെൽഫി പോയിട്ട് കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത്, അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അവരുടെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി ഇതേ പോകുന്ന കാഴ്ചകളാണ് ഗേൾസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താജ്മഹലിൻ്റെ 2 കിലോമീറ്റർ അടുത്താണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ദൂരമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഡൽഹിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ബസ്സൊക്കെ അവിടെ ബുക്ക് ചെയ്തു. അശോക ട്രാവൽസിലാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തത്. അധികം പൈസ ഒന്നുമില്ല, 400 രൂപയാണ് ഒരാൾക്ക് AC കോച്ച്. നല്ല ബസ്സായിരുന്നു. ഞങ്ങൾ അടുത്തെത്താറായിട്ട് അശോക ട്രാവൽസിൻ്റെ അടുത്തെത്താറ ഓട്ടോറിക്ഷക്കാരെല്ലാം പറഞ്ഞു തന്നു കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും. ആൾ തന്നെയാണ് ഞങ്ങളെ താജ്മഹലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടതും അവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇതേ കണ്ട അശോക ട്രാവൽസാണ്, അശോക ട്രാവൽസ് കേട്ടോ. അത് അവിടെ ചേട്ടൻ നിൽക്കുന്നത് കണ്ട ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ബസ് കിടക്കുന്നത് കണ്ട. ആ ബസ്സല്ല കേട്ടോ ഞങ്ങളുടെ പിറ്റേ ദിവസമാണല്ലോ ഞങ്ങൾ പോകുന്നത്. ഒരു മഞ്ഞ കളർ ബസ്സാണ്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, ഹോട്ടലിലേക്ക് പോവുകയാണ്. താജ്വേ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അത്ര വലിയ റെൻ്റ് എന്ന് പറയാനൊന്നുമില്ല, 1600 രൂപയാണ് റെൻറ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടാണ് ഹോട്ടൽ താജ്വേ. നല്ല ഹോട്ടലായിരുന്നു, നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഹോട്ടലിലേക്ക് ഇത് കയറി റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കണം. നമ്മുടെ നാടല്ലല്ലോ, പുറത്ത് നാടല്ലേ. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്. റിസപ്ഷൻ ചേട്ടൻ താക്കോൽ വാങ്ങാൻ നിൽക്കുകയാണ്. റൂം പോയി ഞാൻ സാധനമൊക്കെ റൂമിൽ കൊണ്ടുവച്ചു. അതേ ഹോട്ടൽ ഇതാണ് ഗൈസ്. റൂം കണ്ട എങ്ങനെയുണ്ട്? എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലുത്. ക്ലീൻ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ഇതായിരിക്കും, മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും. വൃത്തിയില്ലെങ്കിൽ നമുക്ക് പോയില്ലേ. ഞങ്ങൾ ഫ്രഷായി യാത്ര ചെയ്യും. ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകാൻ നിൽക്കാനായിട്ടത് ഞങ്ങൾ താജ്മഹൽ കാണാനായിട്ട് പോകുന്നു. എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. കേട്ടോ അവിടെ കണ്ടു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ വഴി നമുക്ക് പോവാം. പക്ഷേ അവിടെ നിന്ന് കുറച്ചും കൂടി റൂമിലേക്കൊക്കെ വരേണ്ടി നടക്കാനുള്ള വഴി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇതേ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു കുട്ടി കണ്ട. നമ്മൾ ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന അഴുക്കൊന്നും ആവാതിരിക്കാനായിട്ട് തുണി കൊണ്ടുള്ള ഒരു കവറിങ് റോള് നമുക്ക് തരും. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. അതിൻ്റെ ഉള്ളിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഞങ്ങൾക്ക് എടുത്തു കൊണ്ട് തന്നു. ഉള്ളിൽ നിന്നാണെങ്കിൽ നല്ല പൈസയാവെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു 10 രൂപയുള്ളൂ, 2 വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ മോളെ വേണ്ട, ഞങ്ങൾ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചോളാം, പൈസ മോള് വെച്ചോ എന്ന് പറഞ്ഞു. ചേട്ടൻ കുട്ടീനോട് പാവെന്ന് തോന്നി. പക്ഷേ ആ കുട്ടി സമ്മതിച്ചില്ല കേട്ടാ. ആ കുട്ടി ഞങ്ങൾക്ക് 2 തന്നു, നിർബന്ധിച്ച് കയ്യിൽ വെച്ച് തന്നു. എന്നിട്ടാണ് ആ കുട്ടി പൈസ വാങ്ങിച്ചത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ചെറിയ കുട്ടികളിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു നമുക്ക് എന്താ പറയുക സന്തോഷം തോന്നിയിട്ട് ആ കുട്ടിയുടെ പെരുമാറ്റം. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കുട്ടികളുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഇതേ ഉള്ളിലേക്ക് കടന്ന് കുക്കുമ്പറൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ വഴി കൂടെ നീളെ കഴിച്ച് വിശക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുക്കുമ്പറൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് വണ്ടിയൊക്കെ പിടിക്കാം കേട്ടോ. അവിടെ വണ്ടിയുണ്ട്, 20 രൂപ കൊടുത്താൽ മതി. നമ്മൾ ഈ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലൂടെ എത്തിച്ചേരും. ഞങ്ങൾ വണ്ടിയൊന്നും വിളിച്ചില്ല, ഞങ്ങൾ നടന്നു ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഗൈസ്. ഇത് കണ്ട വരി നിങ്ങൾ കണ്ട. ഓൺലൈൻ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കിടക്കാം. ഞങ്ങളുടെ ക്യൂ ചെറുതാണ്. അവിടെ നിൽക്കണമെങ്കിൽ റോഡിൻ്റെ അവിടെ വരെയാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്ന കാരണം ഞങ്ങൾക്ക് സുഖമായി. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ കടന്നു. അവിടെ കുടിക്കാൻ വെള്ളം മാത്രം അകത്തി കടത്തി വിടില്ല, തിന്നണ സാധനങ്ങളൊന്നും കടത്തി വിടില്ല. അപ്പോൾ ചെക്ക് ചെയ്യാൻ സെക്യൂരിറ്റിയും ലേഡീസ് ചെക്ക് ചെയ്യാൻ ലേഡീസും പോലീസുകാരെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ബാഗിൽ 2-3 മിഠായിക്ക് എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ അവരെടുത്ത് വെച്ചിട്ടോ ഗൈസ്. നമുക്കൊന്നും തന്നില്ല, അവർ കഴിക്കട്ടെ, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ 2 പേര് ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കടന്നു. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഞാനത് പകർത്തിയത്. എന്ത് ഭംഗിയല്ലേ, പ്രകൃതി രമണീയമായ പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളും അപ്പുറത്ത് ഇപ്പുറത്ത് കൊട്ടാരം പോലെയുള്ള കെട്ടിടങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്.
പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ കുറേ ക്യാമറമാന്മാർ വരും, ഫോട്ടോ എടുത്ത് തരാം, നിങ്ങളെല്ലാവരും നിങ്ങൾ കപ്പിൾസുള്ള കെട്ടിപ്പിടിക്കണ ഫോട്ടോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസ് അവർ പറയും. ഒരു ഫോട്ടോന് 20 രൂപ വെച്ചിട്ട് അവർ പറയും. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഒരു 10 ഫോട്ടോ നമുക്ക് എടുക്കാം. പക്ഷെ അവരെടുത്ത് വരുമ്പോൾ കുറേ അവരെടുക്കും, എല്ലാം നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമുക്കെല്ലാതും അത് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ എല്ലാവരും പറഞ്ഞ കാശിനൊന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ട, കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ അതിനേക്കാൾ കുറവൊക്കെ ആയിട്ട് കിട്ടും. എന്നിട്ട് ഞങ്ങൾക്കും കിട്ടി ക്യാമറമാൻ. അയാൾ ഞങ്ങളെ ഫോട്ടോ കുറേ എടുത്തു. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഈ ഗോപുരം പോലെയുള്ള ഇത് കണ്ട കെട്ടിടം, അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം താജ്മഹലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഫുൾ ചെക്കിംഗ് ആണ് കേട്ടോ ഗൈസ്, ഫുൾ ചെക്കിങ്. നമ്മുടെ ബാഗൊക്കെ എല്ലാം വാങ്ങി ഫുൾ ചെക്കിങ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കിടക്കുക. ഇത് കണ്ടില്ലേ, എല്ലാവരും ക്യൂ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അതിനേക്കാലം മുന്നേ ഞാൻ അവിടെ മുന്നിൽ കുറേ തിരക്കണ്ടപ്പോൾ ഞാൻ അവിടെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു. സ്വപ്നം സഫലീകരിച്ചു എൻ്റെ. കാരണം വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ താജ്മഹൽ കാണുക എന്നുള്ളത്. അതെൻ്റെ ഹസ്ബൻഡ് സാധിച്ചു തന്നു. ഒരുപാട് സന്തോഷം. കാരണം താജ്മഹൽ എന്നുള്ളത് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ട് മാത്രമാണ് അറിവുള്ളൂ. ടി വിയിലൊക്കെ കാണുന്നു, പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് ഉള്ളൂ. പക്ഷെ അത് നേരിട്ട് കാണും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്ക് ദൈവം തന്നു. അങ്ങനെ അത് കണ്ടു. ആഗ്രഹിച്ചതുപോലെ അടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിച്ചു. നല്ല രസമായിരുന്നു. എന്താ പറയുക, നല്ല മിൽക്കി വൈറ്റ് മാർബിൾ കൊണ്ട് പണി തീർത്ത ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി തീർത്ത താജ്മഹൽ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ കണ്ട എന്ത് ഭംഗിയാണെന്നറിയും. പിന്നെ അവിടെ അത്യാവശ്യം ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ തിരക്കെന്ന് പറയാനില്ല. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഉച്ച തിരിഞ്ഞാണ് മഴ എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. പക്ഷേ 2 ദിവസം മുന്നേ ഭയങ്കര ചൂടായിരുന്നു. കാരണം അത്ര ചൂടില്ല, വെയിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് ആസ്വദിച്ച് നടക്കാൻ പറ്റി. കണ്ട ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് 10 ഫോട്ടോ മതി എന്ന് പറഞ്ഞിട്ട് 45 ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് 10 ഫോട്ടോ മതി എന്ന് പറയാനും പറ്റുന്നില്ല. കാരണം എല്ലാ ഫോട്ടോയും ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഹസ്ബൻഡിന് എല്ലാ ഫോട്ടോ ഇഷ്ടമായി. ആളത് ആൽബമാക്കി തരാൻ പറഞ്ഞു. 1600 രൂപ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. കാരണം അവർ ഇഷ്ടംപോലെ എടുത്തുകൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുക. അവർ പറഞ്ഞ കാശ് കൊടുത്തൊന്ന് ഫോട്ടോ എടുക്കണ്ട, കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നടന്ന് താജ്മഹലിൻ്റെ അടുത്ത് എത്തി. അകത്തേക്ക് കിടക്കാനായിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കണം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പൈസ അടയ്ക്കണം. ചേട്ടൻ പൈസ ഒക്കെ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ ചേട്ടൻ പൈസ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ആ സ്മാരകമൊക്കെ ഉണ്ടല്ലോ, മുംതാസിനും ഷാജഹാൻ്റെയും സ്മാരകം പണി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കലവറ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലാതെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അടുത്ത് വരെ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പക്ഷേ ആ കലവറയുടെ ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഞങ്ങൾ നേരിട്ട് കണ്ടു. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ സെക്യൂരിറ്റിയും പോലീസും ഇവരൊക്കെ ഭയങ്കരമല്ല അവിടെ. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടു. അടുത്ത് മുസ്ലിം പള്ളിയാണ് കേട്ടോ. താജ്മഹൽ തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളിയാണ്. വെള്ളിയാഴ്ച ആണെങ്കിൽ അത് നമുക്കൊന്നും ഇത് കാണാൻ പറ്റിയില്ല. അന്ന് മുടക്കാണ്. താജ്മഹലിൻ്റെ ഇതും പോലും മുടക്കാണ് പള്ളിയുള്ള ദിവസം. അത് കാരണം വലിയ തിരക്ക് എന്ന് പറയാൻ അത്രയൊക്കെ അങ്ങോട്ട് ഉണ്ടായില്ല. വെള്ളിയാഴ്ചയാണ് അവിടെ മുസ്ലിം പള്ളിയുടെ അവിടെ നിന്ന് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് അന്ന് താജ്മഹലും തുറക്കില്ല. അല്ലാത്ത ദിവസങ്ങളാണ് വിസിറ്റേഴ്സിനെ അവിടെ അനുവദിക്കുന്നത്. ഞങ്ങളതൊക്കെ എല്ലാം കണ്ടത് കണ്ടാകും. എന്ത് ഭംഗിയാണെന്നറിയോ, മാർബിള്, നല്ല കൂളിങ്ങും. അതിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ ഗൈസ് യമുന നദി ഒഴുകുന്നത്. എത്ര ശാന്തസുന്ദരമായ ഇതിലൂടെയാണ് യമുന നദി ഒഴുകുന്നതെന്നറിയോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കണ്ട കുത്തമ്മിനാർ പോലെയാണ് ഓരോന്ന് കിട്ടാക്കി വെച്ചിരിക്കുന്നത്.
അത് മാർബിളാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ അതിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. നല്ല ആകാശം, തെളിഞ്ഞ ആകാശം. ഇത് രസം കാണാനായിട്ട്. ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഞാൻ കാണുമ്പോൾ എൻ്റെ ഫാമിലിക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അധികം നല്ലതായിട്ട് വീഡിയോ ഇതായില്ലെങ്കിലും ഞാൻ അത്രയ്ക്ക് പ്രൊഫഷണൽ വീഡിയോ പിടിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ അറിവുകൾ ഉള്ള പോലെ ആണ് ഞാൻ വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് കണ്ട യമുന നദിയാണ് കേട്ടോ, അത് തൊട്ടടുത്ത് തന്നെ. യമുന നദി തീരത്ത് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹൽ. ഇവിടെ പഠിക്കുമ്പോഴൊക്കെ ഞാനിതൊക്കെ വായിച്ചുള്ള അറിവ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. സൂപ്പർ ക്ലൈമറ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കണ്ട് പുറത്തേക്ക് കടന്നു. ഫോട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് കിടക്കുമ്പോൾ മെയിൻ ഗേറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ തരാം എന്ന് പറഞ്ഞാൽ മെയിൻ ഗേറ്റിൽ കൂടെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിടിച്ച ഇതാണ് കേട്ടോ, കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ പുറത്തേക്ക് വന്ന് റേഞ്ച് കിട്ടണ്ടായില്ലേ ചേട്ടന്. ലാസ്റ്റ് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ റേഞ്ച് നോക്കി പോയിട്ട് വിളിച്ചപ്പോൾ കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ ആളെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ പുറത്തേക്ക് കിടന്നിട്ട് ആ കടയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ആൽബം വാങ്ങാനായിട്ട്. അപ്പോൾ ആൽബമൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് നടക്കുക എന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് വയ്യ. അത് കാരണം കുറേ നടന്നല്ലോ അതിൻ്റെ ഉള്ളിൽ. അത് കാരണം ഞങ്ങൾ വണ്ടിയിൽ തന്നെ കയറി 20 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. താജ്മഹൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.